റിലീസ് തീയതി അടുത്തിട്ടും കാര്യമായ പ്രമോഷനോ അപ്ഡേറ്റുകളോ ഒന്നും തന്നെ എമ്പുരാന്റെ അണിയറ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് എത്തുന്നില്ല എന്നതാണ് ആരാധകരുടെ പരാതി. മലയാളത്തിലെ ഏറ്റവും ചിലവേറിയ ചിത്രമായാണ് എമ്പുരാൻ എത്തുന്നത്. 6 രാജ്യങ്ങളിലായി 150 ദിവസത്തോളം നീണ്ടുനിന്ന ഷൂട്ടായിരുന്നു ചിത്രത്തിൻ്റേത്. മലയാള സിനിമ ഇന്നുവരെ കാണാത്ത വലിയ പ്രമോഷൻ ഇവന്റുകൾ എമ്പുരാന് വേണ്ടി നടക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകളുണ്ടായിരുന്നത്. എന്നാൽ ക്യാരക്ടർ വീഡിയോയ്ക്ക് പിന്നാലെ അണിയറ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വലിയ പ്രമോഷനുകളൊന്നും തന്നെ വന്നിട്ടില്ല. ഇതിന് പിന്നാലെയാണ് ചിത്രത്തിന്റെ സഹനിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷൻസിനെതിരെ വ്യാപകമായ വിമർശനമുയരുന്നത്. ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ അടുത്തിടെ റിലീസായ ചിത്രങ്ങളെല്ലാം ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായിരുന്നു. കമൽഹാസൻ ശങ്കർ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ഇന്ത്യൻ 2 കഴിഞ്ഞ വർഷത്തെ വലിയ പരാജയങ്ങളിലൊന്നായി മാറി. പിന്നാലെയെത്തിയ വേട്ടയ്യനും ബോക്സ് ഓഫീസിൽ പ്രതീക്ഷിച്ച വിജയം നേടാനായില്ല. ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ വിടാമുയർച്ചയും പരാജയം രുചിച്ചു. ഇതോടെ ലൈക്കയുടെ ഒരേയൊരു പിടിവള്ളിയായി എമ്പുരാൻ മാറി. എന്നാൽ ചിത്രത്തിന്റെ റിലീസ് അടുത്ത സമയത്ത് വലിയൊരു പ്രതിസന്ധിയാണ് ലൈക്കയ്ക്ക് നേരിടേണ്ടി വരുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. ലൈക്കയുടെ കഴിഞ്ഞ ചിത്രങ്ങളിലൂടെ വിതരണക്കാർക്ക് നേരിടേണ്ടി വന്ന നഷ്ടം നികത്താതെ ലൈക്കയുടെ ചിത്രങ്ങളൊന്നും ഏറ്റെടുക്കുന്നില്ലെന്ന് വിതരണക്കാർ പറഞ്ഞതായാണ് അഭ്യൂഹങ്ങൾ ഉയരുന്നത്. ഇതിന് പിന്നാലെ ലൈക്കയ്ക്ക് പകരം മറ്റൊരു പ്രൊഡക്ഷൻ കമ്പനിയെ ആശീർവാദ് സിനിമാസ് നോക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ ഉയരുന്നു. ബോളിവുഡിലെ ലീഡിംഗ് കമ്പനിയായ യശ്രാജ് ഫിലിംസിനെയും കന്നഡയിലെ 1-ാം നമ്പർ പ്രൊഡക്ഷൻ ഹൌസായ ഹൊംബാലെയും എമ്പുരാന്റെ അണിയറ പ്രവർത്തകർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെന്നും അഭ്യൂഹങ്ങൾ ശക്തമാണ്. ചിത്രത്തിന്റെ OTT റിലീസിനെ കുറിച്ചും ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ടെന്നാണ് ആരാധകർ വിശ്വസിക്കുന്നത്. 90 കോടിയാണ് എമ്പുരാന്റെ OTT റൈറ്റ്സിനായി ലൈക്ക ആവശ്യപ്പെടുന്നതെന്നും എന്നാൽ ആശീർവാദിന് 70 കോടി മതിയെന്നുമാണ് റിപ്പോർട്ടുകൾ ഉയരുന്നത്. ഇതിനു പുറമെ ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ ബോക്സ് ഓഫീസ് പ്രകടനങ്ങളടക്കം പല കാര്യങ്ങൾക്കും ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. ഓവർസീസ് റൈറ്റ്സ് ഓഫ് ഇന്ത്യ എന്നിവിടങ്ങളിൽ എമ്പുരാന് വിതരണക്കാരില്ലെന്നാണ് അഭ്യൂഹങ്ങൾ ശക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.